എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരുങ്ങുന്നത്. അതായത് ഈ വർഷത്തെ പനി എന്ന് പറയാവുന്ന തരത്തിലാണെന്ന് തോന്നുന്നു. ഒരു പനി തുടങ്ങിയിരിക്കുന്നു എന്ന് കേൾക്കുന്നു. അത് 14 പേരുടെ മരണത്തിനിടയാക്കി എന്നൊരു വാർത്ത ഇന്ന് TV-യിൽ കേൾക്കാനിടയായി. അപ്പോഴാണ് അതിനെക്കുറിച്ച് അല്പം ചിലത് സംസാരിക്കണമെന്ന് തോന്നിയത്. അതിനെക്കുറിച്ച് എന്ന് പറയാൻ കഴിയില്ല, കാരണം അതിനെക്കുറിച്ച് അത്ര വിശദമായി എനിക്കറിയുകയുമില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്ന് പറയാൻ വയ്യ. എങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തരത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അതായത് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗാണുവിനെ കുറിച്ചാണ് വിവരണം. തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ മരണം എന്നൊക്കെയാണ് അതിൻ്റെ വിവരണങ്ങൾ കണ്ടിട്ടുള്ളത്. ആഫ്രിക്കയിൽ ആരംഭിച്ചു, അത് കേരളത്തിലേക്ക് വന്നിരിക്കുന്നു. കേരളത്തിൽ ഇന്നത്തെ വാർത്തയാണ് 14 പേരുടെ മരണം. അപ്പോൾ അതൊരു വളരെ ഗൗരവം ഉള്ള ഒരു വിഷയമാണല്ലോ. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കണം എന്ന് തോന്നിയത്. നമ്മൾ രോഗം വന്നു, രോഗത്തിന് ചികിത്സ അത് അനിവാര്യമാണ്. പക്ഷെ അതിനേക്കാൾ അനിവാര്യമായ ഒരു കാര്യം വേറെയുണ്ട്, രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത്. രോഗം വന്നിട്ട് മരുന്ന് കഴിക്കാൻ കാത്തിരിക്കുന്നതിനേക്കാൾ രോഗം വരാതെ അതിനെ തടയാൻ കഴിയുമെങ്കിൽ ആ മാർഗം സ്വീകരിക്കുന്നതല്ലേ ബുദ്ധി. ഇവിടെ പറയാൻ കാരണം, പനിയോടൊപ്പമാണ് ഇതൊക്കെ പ്രബലമാകുക. ഈ പനി എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ അതിന് ആയുർവേദം ഒരു വിവരണം തരുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം ആലോചിക്കേണ്ടത്, ഇത്തരം ഈ രോഗാണുക്കൾ മുഴുവൻ നമ്മുടെ അന്തരീക്ഷത്തിൽ പലയിടങ്ങളിലായിട്ടുണ്ട്. പക്ഷേ ഇത്ര നാളും അപകടകാരികളല്ലാതെ ഇത് കഴിഞ്ഞുകൂടിയത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കതിനെ തടഞ്ഞു നിർത്താനുള്ള ശേഷി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതായത് പ്രതിരോധ ശേഷി നിലനിന്നതുകൊണ്ടാണ്. ആ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടതാണ് ഇന്നത്തെ നമ്മുടെ പല രോഗങ്ങളും നമ്മളെ ആക്രമിച്ച് കീഴടക്കാൻ ഇടയാക്കിയതെന്ന് പറഞ്ഞാൽ അതൊരു സത്യമല്ലേ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ നമ്മൾ ഇതിന് പോംവഴി ചികിത്സ നിർദ്ദേശിക്കാനല്ല ഞാൻ ഇതിടുന്നത്. നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് ആയുർവേദം ഏത് രോഗത്തിനെയും നിദാനങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്, വിവരിച്ചിട്ടുണ്ട്, വളരെ വിസ്താരമായി അത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നോക്കിയാലും അത് നമ്മുടെ ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള പ്രവർത്തന വൈകല്യങ്ങളാണ് അടിസ്ഥാനമായി കാണുന്നത്. ഇവിടെ ജ്വര നിദാനത്തിൽ പറയുന്നത് എന്താണ്? ജ്വരത്തിന് കാരണമായി പറയുന്നത് മിഥ്യാഹാര വിഹാരാഭ്യാം ദോഷോ ഹ്യാമാശയാശ്രിതാഹ ബഹിർനിരസ്യ കോഷ്ഠാഗ്നിം ജ്വരദാസുരസാനുഗാഹ. അതായത് മിഥ്യാഹാര വിഹാരങ്ങളെ കൊണ്ട്, അതായത് ശരിയല്ലാത്ത ഭക്ഷണപാനീയങ്ങൾ നിമിത്തം പുറത്താക്കപ്പെടുന്ന ജഠരാഗ്നി രസാദികളായ ധാതുക്കളിലേക്ക് വ്യാപിച്ച് ജ്വരം മുതലായ രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ്. മറ്റൊരു ഭാഗത്ത് ചരകസംഹിത ഉൾപ്പെടെയുള്ള പ്രാചീന ഗ്രന്ഥങ്ങൾ, അതായത് ഇതിന് അടിത്തറയായി നിൽക്കുന്ന ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നു, ദോഷ സർവേപി മന്ദേഗ്നവും രോഗ സർവേപി മന്ദേഗ്നവും, രോഗങ്ങളെല്ലാം മന്ദാഗ്നിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് എന്നും കാണുന്നു. ഇവിടെ മന്ദാഗ്നിയെ ആശ്രയിച്ച് നിൽക്കുന്നു, മിഥ്യാഹാര വിഹാരാദികളെ ആശ്രയിച്ച് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പാമ്പ് കടിക്കുക, അപകടങ്ങൾ ഉണ്ടാകുക, ആ ഒരു പട്ടിക ഒഴിച്ച് നിർത്തിക്കൊണ്ട് ബാക്കിയൊക്കെ ഒന്ന് പരിശോധിച്ചാൽ ഇത് സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. കാരണം ശരിയായ ദഹനശക്തി ഉള്ളവൻ്റെ ത്രിദോഷങ്ങൾ കൃത്യമായിരിക്കും, റേഷ്യോയ്ക്ക് വ്യത്യാസം വരാതെ നിൽക്കും. അങ്ങനെ ത്രിദോഷങ്ങൾ കൃത്യമായി നിന്നാൽ ആ ശരീരത്തിലെ രോഗാണുക്കൾക്ക് ഉൾപ്പെടെ
സാധാരണ നിലയിലുള്ള രോഗാണുക്കൾക്ക് പോലും പ്രവർത്തിക്കാനാവില്ല. അപ്പോൾ രോഗം വരുത്തുന്നത് നമ്മുടെ അനാസ്ഥയാണ് എന്ന് സമ്മതിച്ചേ മതിയാവൂ. ഇന്ന് നമുക്ക് എന്താണ് അറിയാൻ കഴിയുന്നത്? നമ്മുടെ ചുറ്റിനും കാണുന്നത്, നമ്മൾ കടന്നു പോകുന്ന ജീവിതശൈലി എന്താണ്? ഒരു മനുഷ്യൻ ആരോഗ്യവാനായി രോഗരഹിതനായി ജീവിച്ചിരിക്കാൻ വേണ്ടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ട് ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ വെള്ളം, ശുദ്ധവായു. ഇത് മൂന്നും യഥാർത്ഥത്തിൽ ഒരു ജീവിയുടെ മൗലികാവകാശമാണ്. പ്രത്യേകിച്ചും മനുഷ്യൻ സാമൂഹ്യ ജീവിയായിട്ട് ആ ബോധത്തോടെ ജീവിക്കുന്ന ഒരു ജീവിവർഗം മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യന്റെ മൗലികാവകാശങ്ങളിൽ പ്രധാനമാണ് ശുദ്ധവായുവും ശുദ്ധജലവും ശുദ്ധ ഭക്ഷണവും. ഇത് മൂന്നും നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. അതോടൊപ്പം ഈ അശുദ്ധ ഭക്ഷണവും അശുദ്ധ ജലവും അശുദ്ധ വായുവും നമ്മളെ മലിനമാക്കുന്നതോടൊപ്പം നമ്മുടെ പ്രവൃത്തി ദോഷവും മറ്റൊരു മാലിന്യം സൃഷ്ടിക്കുന്നുണ്ട്. മറ്റൊരു രോഗപ്രതിരോധ ശേഷി തകർക്കുന്ന ഘടകം സൃഷ്ടിക്കുന്നുണ്ട്. അത് ഹൈബ്രിഡ് വിത്തുകളും ഹൈബ്രിഡ് പാലുമാണ്. ഹൈബ്രിഡ് പശുക്കൾ രോഗകാരണമാണ്. വിശദീകരിക്കാൻ ഈ ഒരു വീഡിയോയിൽ സാധ്യമല്ലാത്തതുകൊണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. അതുപോലെ ഹൈബ്രിഡ് വിത്തുകൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത അളവിൽ ഉൾക്കൊള്ളാനാവുന്ന, നമുക്ക് ആരോഗ്യകരമായി സ്വീകരിക്കാവുന്നതിൻ്റെ എത്രയോ ഇരട്ടി അളവിൽ മൂലകങ്ങളും മറ്റും ഇന്നത്തെ ഹൈബ്രിഡ് വിത്ത് വഴി ശരീരത്തിലെത്തുന്നുണ്ട്. ഇതൊക്കെ രോഗകാരണമാണ്. രോഗകാരണമാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശേഷിയെ തകർക്കാൻ പര്യാപ്തമാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഈ രോഗാണുക്കളെ കുറിച്ച് കൂടി ഒന്ന് ചിന്തിക്കുക. ഈ രോഗാണുക്കളെ കുറിച്ച് ആയുർവേദത്തിന് അറിവില്ലാത്ത സംഗതിയല്ല. കാരണം ആയുർവേദത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അതൊരു ശാസ്ത്രമായി രൂപപ്പെട്ട് കാണുന്നത്, അല്ലെ ക്രമീകരിക്കപ്പെട്ട ഒരു ശാസ്ത്രമായി നമുക്ക് ആദ്യമായി ദർശിക്കാൻ കഴിയുന്നത് അഥർവവേദത്തിലാണ്. ഈ അഥർവവേദത്തിൽ രോഗാണുക്കളെക്കുറിച്ച് വിവരണമുണ്ട്. അഥർവവേദത്തിലുള്ള പൂർണ്ണമായൊരു വിവരണം ഇന്നും ആധുനിക വൈദ്യശാസ്ത്രം തന്നെ എല്ലാം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം അഥർവവേദത്തിൽ അവിടെ രോഗകാരണക്കാരായി 39 രോഗാണുക്കളെ വിവരിച്ചിട്ടുണ്ട്. അതായത് അമീബ, കോക, പലല തുടങ്ങിയ നാമധേയങ്ങളോടുകൂടി 39 തരം രോഗാണുക്കളെ വിവരിച്ചിട്ടുണ്ട്. അതിന് ആ ഒരു അധ്യായം പറയുന്ന, ആ അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന പേര് ഭൂതവിദ്യ എന്നാണ്. ഭൂതം എന്ന് പറഞ്ഞാൽ ഭൂതമായത്, അതായത് ജനിച്ചത്, രോഗാണുക്കൾ എന്നർത്ഥം, കൃമികൾ എന്നർത്ഥം. നമ്മൾ ഇന്നത്തെ ആയുർവേദ ശാസ്ത്രം പരിശോധിച്ചാലും ഈ അഥർവവേദത്തിൽ പറയുന്ന ആഗതതന്ത്രം എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്, അതായത് വിഷചികിത്സ. അതുപോലെ ഭൂതവിദ്യ എന്ന് പറയുന്നത് രോഗാണുക്കളെ സംബന്ധിച്ചുള്ള വിവരണങ്ങളാണ്. ഇത് രണ്ടും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെയാണ് ഇന്നും ആ ആയുർവേദ ശാസ്ത്രത്തിൽ നിലനിൽക്കുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. അപ്പോൾ പിന്നെ ഇത് നമുക്ക് അറിയാത്ത വിഷയങ്ങളാണെന്നോ അല്ലെങ്കിൽ ഇതിന് പ്രതിവിധി നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല എന്നോ ഒന്നും കരുതാനാവില്ല. ഇതിന് പ്രതിവിധി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടെ ഈ അണുക്കളെ എന്തൊക്കെ എങ്ങനെയൊക്കെ എന്നൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഈ 39 തരം രോഗാണുക്കൾ എന്ന് പറഞ്ഞു, അത് ഞാൻ വളരെ ചുരുക്കി അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ, അതിനുള്ള സമയമേ ഉള്ളൂല്ലോ. അതിനെ 4 പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് ആചാര്യന്മാർ. ഈ 39 രോഗാണുക്കൾ 4 പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവയുടെ പേര്, അതായത് ഈ 39 ഭൂതങ്ങൾ എന്നാണ് അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ആ ഭൂതങ്ങളുടെ പേര്, ആ പട്ടികയുടെ പേരുകൾ എന്ന് പറയുന്നത് പിശാചുക്കൾ, രാക്ഷസന്മാർ, അത്രികൾ, കണ്വന്മാർ. ഈ പേരെല്ലാം അതിൻ്റെ പ്രവൃത്തി ഭേദങ്ങളെ കൂടി ആശ്രയിച്ചാണ് കൊടുത്തിട്ടുള്ളത്. പിശാചുക്കൾ എന്ന് പറഞ്ഞാൽ പിശിതം, അശിക്കുന്നത്. പിശിതം എന്ന് പറഞ്ഞാൽ മാംസം. അശിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക. അപ്പം മാംസം ഭക്ഷിക്കുക, ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ ആതിഥേയൻ്റെ മാംസം തിന്നു തീർക്കുന്ന സ്വഭാവത്തോടു കൂടിയ അണുക്കളെയാണ് പിശാച വർഗത്തിൽപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട്, അല്ലെ സ്വഭാവ വൈകൃത്യം കൊണ്ട് 4 പട്ടികയിലായിട്ട് ഇവയെ തിരിച്ചിരിക്കുന്നു. ഇവ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അരായം അസൃക്പാവാനം യശസ്പാദ്യം ജിഹീർഷതി ഗർഭാദം കണ്വം നാശയ പ്രശ്നി പർണി സഹസ്വജ. അഥർവേദത്തിൻ്റെ ഒരു മന്ത്രമാണ്. അതായത്
ഈ പറഞ്ഞ 39 അണുക്കളിൽ ഒരു വിഭാഗമായ ഒരു പിന്നെ ഒരു കണ്ണന്മാരിൽപ്പെട്ട മറ്റൊരു തരം, ഇവിടെ രാക്ഷസന്മാരെന്നൊക്കെ പര്യായ ശബ്ദം പേര് കൊടുത്തിട്ടുള്ളത് ഇവയുടെ സ്വഭാവ വൈചിത്ര്യത്തെ അടിസ്ഥാനമാക്കിയാണ്. മറ്റൊരു തരം രാക്ഷസ അണുക്കളാണ് അരായന്മാർ എന്ന് പറയുന്നത്. അവരുടെ ജോലി? പിശാചുക്കളും അത്രികളും രോഗിയുടെ ശരീരത്തിൽ പ്രവേശിച്ച് മാംസം ഭക്ഷിക്കുന്നു. രാക്ഷസന്മാരാകട്ടെ രോഗിയുടെ ഇന്ദ്രിയങ്ങളെ കവർന്നെടുക്കുകയും സന്ധികൾ മുറിക്കുകയും ചെയ്യുന്നു. കണ്ണന്മാർ എന്ന രാക്ഷസന്മാർ ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കുന്നു, അതായത് അബോർഷൻ സംഭവിക്കാൻ നിമിത്തമാവുന്നു. അരായന്മാരെന്ന് പറയുന്ന മറ്റൊരു വിഭാഗം രാക്ഷസന്മാർ രക്തം ഊറ്റി കുടിക്കുന്നു. ഇതെല്ലാം ഇന്നും പല രോഗാണുക്കളുടെ മേൽ ആരോപിച്ച് അതിന് ചികിത്സ തേടുകയും നേടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമല്ലേ. ഇതിനെല്ലാം ഇത്ര പ്രാചീനമായ ഒരു ഗ്രന്ഥത്തിൽ ഇത്ര സ്പഷ്ടമായി വിവരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിത് അറിയില്ലായിരുന്നു എന്ന് പറയാൻ കഴിയുമോ? ഇവിടെ നമുക്ക് എന്താണ് ഇതിന് പ്രതിവിധി ചെയ്യാൻ കഴിയുക? അതാണ് ചിന്തിക്കേണ്ടത്. അതായത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണശീലത്തിൽ ഒരു വ്യത്യാസം വരുത്തണം. അത് അനിവാര്യമാണ്. ജീവിച്ചിരിക്കണമെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യവാന്മാരായി ഇരിക്കണമെങ്കിൽ നമ്മുടെ ഭക്ഷണശീലത്തിൽ ഒരു വ്യത്യാസം വരുത്തിയേ പറ്റൂ. അതുപോലെ ഇപ്പോൾ വരുന്ന വിപത്തിനെ നേരിടാൻ എന്താണ് മാർഗം? അതിനും ആയുർവേദം പ്രതിവിധി പറയുന്നുണ്ട്. ഈ അഥർവവേദം തന്നെ പറയുന്നുണ്ട് അതിന് ഒരു പ്രതിവിധിയായിട്ട്. അതായത് ഈ അപാമാർഗ എന്ന് പറയുന്ന ഒരു മരുന്നിനെ കുറിച്ച് പറയുന്നുണ്ട് അഥർവവേദം. ഈ പറഞ്ഞ ഭൂതവിദ്യ എന്ന അധ്യായത്തിൽ തന്നെ പ്രതിവിധികൾ നിർദ്ദേശിച്ച കൂട്ടത്തിലാണ് അപാമാർഗയെ പരാമർശിച്ചിട്ടുള്ളത്. അപാമാർഗ എന്ന് പറഞ്ഞാൽ കടലാടിയാണ്. കടലാടി 2 തരമുണ്ട്: കുറ്റിച്ചെടിയായി നിൽക്കുന്നതും നിലത്ത് പടർന്നു വളരുന്നതും. അതിന് ചെറുകടലാടിയെന്നും വൻകടലാടിയെന്നും വിവക്ഷിക്കുന്നു. അതിൽ ചെറുകടലാടിയുടെ നീര് നസ്യം ചെയ്താൽ തലയ്ക്കകത്തെ കൃമികളെ നശിപ്പിക്കാൻ അതിന് ശേഷിയുണ്ട് എന്ന് അഥർവവേദത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അപാമാർഗയുടെ അഥവാ ചെറുകടലാടിയുടെ നീര് നസ്യം ചെയ്താൽ ഈ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിയും. തലച്ചോറിനുള്ളിൽ ആക്രമണം നടത്തുന്ന രോഗാണുക്കളെ നശിപ്പിക്കാൻ അപാമാർഗ രസത്തിന് ശക്തിയുണ്ട് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ ഒരു തരം കരിനൊച്ചി, അതുപോലെ യോഗ ഔഷധമായ അണുതൈലം, അങ്ങനെ പല സാധനങ്ങളും നസ്യം ചെയ്യുന്നതിലൂടെ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. പക്ഷേ ഇവിടെ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. നസ്യം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഇന്ന് പഞ്ചകർമ്മ ബോർഡ് വെച്ചിട്ട് ആയുർവേദത്തെ വിറ്റ് കാശാക്കുന്ന തെറാപ്പിസ്റ്റുകൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല നസ്യം. വളരെ ഗൗരവത്തോടെ, വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് അപകടകാരിയാവും. അപ്പോൾ കൃത്യമായി അത് അഭ്യസിച്ചിട്ടുള്ള തെറാപ്പിസ്റ്റുകളെ കൊണ്ട് നസ്യം ചെയ്യിച്ചാൽ അത് ചെയ്തു നോക്കണം. ഇത് കേൾക്കുമ്പോൾ പുച്ഛിച്ച് പരിഹസിച്ച് ചിരിച്ചു തള്ളുന്നതിന് പകരം ഇതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നൊന്ന് ചെയ്തു നോക്കണം. ഞാനേതായാലും ഇതൊന്നും ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പാരമ്പര്യ വൈദ്യനായിപ്പോയി. അതുകൊണ്ട് ചികിത്സിക്കാൻ തന്നെ ഭയക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രതിവിധിയല്ല ഈ പറയുന്നത്. ഇങ്ങനെ പ്രതിവിധികൾ നമ്മുടെ പൗരാണിക ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ മറ്റ് ചില ഔഷധങ്ങൾ, സിദ്ധവൈദ്യത്തിലെ ചില ഔഷധങ്ങളുണ്ട്. ഒന്ന് രാമബാണം ഗുളിക, ഏത് രോഗാണുവിനെയും ശമിപ്പിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള ജ്വരത്തെയും ശമിപ്പിക്കാൻ ശേഷിയുള്ള ഒരു മരുന്നാണത്. അതുപോലെ ജ്വരഭൈരവ ചൂർണം, ജ്വരകേസരി രസം 105-110 ഡിഗ്രി ചൂടിൽ നിൽക്കുന്ന ജ്വരത്തെ 10-20 മിനിറ്റിനുള്ളിൽ ശാന്തമാക്കാൻ കഴിയുന്ന, 100-ൽ താഴെയാക്കാൻ കഴിയുന്ന ശേഷിയുള്ള ഔഷധമാണ് ജ്വരകേസരി രസം. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഞാൻ ഉണ്ടാക്കി പ്രയോഗിച്ചിട്ടുള്ള മരുന്നാണ്. അങ്ങനെ അനവധി മരുന്നുകളുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് കഴിവുള്ള വൈദ്യന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് ചികിത്സിക്കാൻ അനുമതി നൽകുകയും ഈ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിന് പകരം, അതായത് പാരമ്പര്യ വൈദ്യത്തെയും പാരമ്പര്യ വൈദ്യന്മാരെയും എങ്ങനെ ഉന്മൂലനാശം ചെയ്യാമെന്ന് ചിന്തിക്കുന്ന, അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കാം.
ഈ ഘട്ടമൊന്ന് തരണം ചെയ്തിട്ട്. കാരണം 14 മരണങ്ങൾ ഇപ്പോൾ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ തന്നെയല്ലേ, നമ്മളിൽ ആരുടെയെങ്കിലുമൊക്കെ ബന്ധുക്കളോ കുട്ടികളോ ഒക്കെ അല്ലേ അവര്. നാളെ ഇത് നമുക്ക് വന്നുകൂടെ? നമ്മുടെ വീട്ടിലേക്കും വ്യാപിച്ചുകൂടെ? നമ്മുടെ കുട്ടികളെ ആക്രമിച്ചുകൂടെ? അത് തടയാനുള്ള മാർഗം എന്താണെന്ന് നോക്കണം. അതിന് പറ്റുന്ന ഇതേ ഉള്ളൂ. കേരളത്തിൽ അനേകം നല്ല വൈദ്യന്മാർ ജീവിച്ചിരിപ്പുണ്ട്. അവരെ അതിന് സന്നദ്ധരാക്കുക, അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുക. മിക്കവാറും ഇതിന് പരിഹാരം കണ്ടെത്താൻ അവർക്ക് കഴിയും. പരിഹസിച്ച് ചിരിക്കുന്നത് പിന്നെ ആവട്ടെ, നമുക്ക് ആ സാധ്യതയെക്കുറിച്ചൊന്ന് ആരായുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഏതായാലും എനിക്ക് ഈ വിഷയത്തിൽ ഇത്രയും പറയണമെന്ന് തോന്നി, അത് പറഞ്ഞു. അത് ആർക്കെങ്കിലും അരോചകമായിട്ട് തോന്നുന്നുവെങ്കിൽ ക്ഷമിക്കുക. അത് യുക്തിസഹമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അതിൻ്റെ ബാക്കിയെക്കുറിച്ച് ചിന്തിക്കുക. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.